മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും സ്വാഗതം. എനിക്കറിയാം നിങ്ങളിൽ പലരും ഇതേ സമയത്ത് ഷാലോം ടെലിവിഷനിലൂടെ നേരിട്ട് ഈ ശുശ്രൂഷകൾ കാണുവാനായിട്ട് വളരെ വ്യാപൃതരായി മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന ജനലക്ഷങ്ങൾ ലോകമെമ്പാടുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തരുന്ന ഈ പ്രോത്സാഹനമാണ് ഈ ശുശ്രൂഷകൾ വീണ്ടും പഠിക്കാനും പഠിപ്പിക്കുവാനും നമുക്ക് ഒരുമിച്ച് ഗ്രഹിക്കാനും എല്ലാം ഇത് വലിയ അവസരമാക്കി മാറ്റപ്പെടുന്നത്. ഞങ്ങൾ പലയിടങ്ങളിൽ കടന്നു പോകുമ്പം ഷാലോം ടി വിയിൽ കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കയ്യെ വന്ന് പിടിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ വചനഭാഗം എന്തുകൊണ്ട് ഇത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം, ക്രിസ്റ്റോസ് സെൻട്രിക് ലൈഫ്, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമാണ്. അതാണ് കൊളോസ്സോസ് ലേഖനത്തിൻ്റെ ഇതിവൃത്തം. കൊളോസ്സോസ് ലേഖനത്തിൽ മുഴുവൻ ക്രിസ്തുവിലാവുക, ക്രിസ്തുവിലാണ്, ക്രിസ്തുവിൽ തന്നെ, ഇങ്ങനെ ഈ ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് നാം അറിയാതെ പരിശുദ്ധാത്മാവ് ആനയിച്ചു കൊണ്ട് പോകുന്നത് നമുക്കറിയാൻ കഴിയും. ഇവിടെ നമ്മളിപ്പോൾ വായിക്കുന്ന ഈ വചനം നോക്കിക്കോണേ. കൊളോസ്സോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനമാണ്. അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല, ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപോഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. അപ്പോൾ ഒരു കൂട്ടരെക്കുറിച്ച് പറയുകയാണ്. മായാദർശനങ്ങൾ വിശകലനം ചെയ്ത് 2-ാം അധ്യായമാണ് കൊളോസ്സസ് ചാപ്റ്റർ 2 വേഴ്സസ് 18, 2-ാം അധ്യായത്തിൻ്റെ 18 പോലെ മായാദർശനങ്ങൾ വിശകലനം ചെയ്തും കൊണ്ട് അങ്ങനെ പറയുന്നത്, കപടവിനയത്തിൽ ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലസമായ മനസ്സോടെ വ്യർത്ഥമായി അഹങ്കരിക്കുകയാണത്രേ. അപ്പം ജ്ഞാനവാദികൾ കപടദർശനങ്ങളിൽ ചിന്തകളിൽ വളർന്നിട്ട് കപട വിനയം കാണിച്ച് ദൂതന്മാരെ ആരാധിക്കുന്ന ആഭിമുഖ്യം കാണിക്കുന്ന ആൾക്കാർ ഭോഗാലസമായ മനസ്സോടെ വ്യർത്ഥമായി അഹങ്കരിച്ചുകൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കാൻ ഇടവരരുത്. അപ്പോൾ ഒരു വഴിതെറ്റിക്കാൻ ഒരു കൂട്ടരുണ്ട്. ഇത് നമ്മളിപ്പോൾ സംസാരിക്കുമ്പം ജ്ഞാനവാദികളുടെ ഭീഷണിയൊന്നും നമുക്കില്ല. പക്ഷേ ഇത് സംസാരിക്കുമ്പോൾ നമുക്കും വഴിതെറ്റുന്ന അല്ലെങ്കിൽ വഴിതെറ്റിക്കാനുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികൾ നമ്മളെ ക്രിസ്തുവിൽ നിന്ന് വഴിതെറ്റിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഈ വചനം ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളത്തിലേക്ക് പതിപ്പിക്കേണ്ടത്. ശിരസ്സുമായി അവർ ഗാഢബന്ധം പുലർത്തുന്നില്ല. അതാണ് നമ്മൾ ഈ 12-ാമത്തെ വചനത്തിൽ വായിക്കുന്നത്. 19-ാമത്തെ വചനം കൊളോസ്സോസ് 2:19, ശിരസ്സുമായി അവർ ഗാഢബന്ധം പുലർത്തുന്നില്ല. അപ്പോൾ ശിരസ് എന്ന് പറയുന്നത് ഇതാണ്, തലയാണല്ലേ. അപ്പോൾ ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുന്നില്ല എന്നുള്ളതിന് ഈ തലയായിട്ട് ബന്ധം പുലർത്തുന്നല്ല എന്ന അർത്ഥമല്ല ഇവിടെ ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം കൊളോസ്സോസ് ലേഖനത്തിൽ ഈ ഒരു ഭാഗത്തല്ല, മുഴുവൻ ഭാഗത്ത് കൊളോസ്സോസ് ലേഖനത്തിൽ 4 അധ്യായത്തിനകത്ത് ഏതാണ്ട് 6 പ്രാവശ്യം ശിരസ് ശിരസ് ശിരസ്, തല തല തല, ഹെഡ് ഹെഡ് ഹെഡ്, ഇതിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ വിശദീകരിച്ചിരിക്കുന്ന ശിരസ് നമ്മുടെ ശിരസോ എൻ്റെ ശിരസോ നിങ്ങളുടെ തലയൊന്നും അല്ല. അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ശിരസ് ക്രിസ്തു ആകുന്ന ശിരസാണ്. യേശുക്രിസ്തുവിനെയാണ് ശിരസ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക. കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് അഭേദ്യമായ ഈ ബന്ധത്തിലേക്കാണ്. ഏത് ബന്ധമാണ്? ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക. അപ്പോൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് എന്താണ്? ഇതാണ് കേൾക്കാൻ പോകുന്നത്. ഏത് പ്രതിബന്ധനങ്ങളുടെ നടുവിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവം നമ്മോട് പറയുന്നത്, നമ്മെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. ഏത് പ്രതിസന്ധിയിലും ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുകയാണ്. വേറെ ഒന്നുമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക, ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ്, ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക. ഒന്നുകൂടെ പറഞ്ഞു നോക്കി, ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രശ്നങ്ങൾ എന്തിനാണ് വരുന്നത് ചോദിച്ചാൽ ശിരസ്സിൽ നിന്നുള്ള ബന്ധത്തെ വിച്ഛേദിപ്പിക്കാനാണ്. ശിരസ്സിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ആൾ മരിച്ചുപോയി. സെപ്പറേഷൻ ഫ്രം ഗോഡാണ് ഡാർക്ക്നെസ്. ഞാനെന്ന് പറഞ്ഞാണ്, ആദത്തിന് ഏദനിൽ സംഭവിച്ച ഇതാണ്. ശിരസായ ക്രിസ്തുവിൽ നിന്നുള്ള അവൻ്റെ ആദം എന്ന ആദ്യ മനുഷ്യൻ്റെ ശിരസായിരുന്നു ക്രിസ്തു. ശിരസ് എന്താണ് ചെയ്യുന്നത്? എല്ലാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? എല്ലാം ശിരസ് നിയന്ത്രിക്കുകയും ശരീരമെല്ലാം ചെയ്യുകയും ശിരസും ശരീരവും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അമൂല്യമായ ബന്ധത്തിൽ നിന്നാണ് ആദം
പടിപടിയായി താഴേക്ക് വീഴുന്നത്. ആദ്യ മനുഷ്യനായ ആദത്തിൻ്റെ പതനത്തിൽ നമ്മൾ കാണുന്നത് ശിരസ്സായ ക്രിസ്തുവിൽ നിന്നുള്ള വേർപാടാണ്. ആ വേർപാടിനെയാണ് മരണം എന്ന് ദൈവവചനം വിളിച്ചിരിക്കുന്നത്. ആദത്തോട് പറയുകയാണ്, നീ പഴം തിന്നുന്ന ആൾ നീ മരിക്കും. ആദം മരിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല, പക്ഷേ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നുള്ള അകന്നുപോക്കലാണ്. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോകുക എന്ന് പറഞ്ഞാൽ ശിരസിൽ നിന്ന് ശരീരം വേർപെടുകയാണ്. ഭൗമികമായി നമ്മളതിനെ മരണമെന്ന് വിളിക്കുന്നു. ശിരസിൽ നിന്ന് ശരീരം വേർപെടുന്നതിനെ മരണമെന്ന് വിളിക്കുന്നു. ആത്മീയമായും ഇതിനെ മരണമെന്നാണ് വിളിക്കുന്നത്. ആത്മീയമായി ശിരസിൽ നിന്ന് ശരീരം വേർപെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവുമായി ഗാഢബന്ധത്തിലായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിൽ നിന്നുള്ള ഗാഢബന്ധത്തിൽ നിന്ന് പിരിയുക. അതാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയാം, ക്രിസ്തുവുമായി ഗാഢബന്ധം പുലർത്തുക. എന്താ കേൾക്കുന്നത്? കൊളോസ്യസ് 2:19, ക്രിസ്തുവുമായി ഗാഢബന്ധം പുലർത്തുക. ഏത് പ്രതിസന്ധിയും വിജയമാക്കാനുള്ള ഏറ്റവും വലിയ ദൈവത്തിൻ്റെ വഴിയാണ് ഈ പരിശുദ്ധാത്മ ഇപ്പോൾ നമ്മോട് പറഞ്ഞു തരുന്നത്. എന്താണെന്നറിയാമോ? ക്രിസ്തുവുമായി ഗാഢബന്ധം പുലർത്തുക. ഏതെല്ലാം പൊഴിഞ്ഞു പോയാലും, എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ഇത് മാത്രം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇതിനെ മാത്രം കരഗതമാക്കുക. ഇതിനെ മാത്രം ഒരു സ്വത്തായി സൂക്ഷിക്കുക. സമ്പത്തായി ഇത് മാത്രം ഏറ്റെടുക്കുക. എന്താണ്? ക്രിസ്തുവുമായി ഗാഢബന്ധം പുലർത്തുക. ശിരസായ ക്രിസ്തുവുമായി ഗാഢബന്ധം പുലർത്തുക. നമുക്കറിയാം, ആദം ശിരസായ ദൈവവുമായി നിന്നുള്ള ഗാഢബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞപ്പോൾ ആദത്തിന് സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുകയാണ്. ആദം പറയുകയാണ്, ഞാൻ നഗ്നനാണ്. അതുവരെ താൻ അറിഞ്ഞിരുന്നില്ല താൻ നഗ്നനാണ്. തേജസ് അവനെ മൂടിയിരുന്നു. തേജസ് മാറുകയാണ്. തേജസ് മാറുമ്പോൾ സ്പിരിച്വൽ മാൻ, ആത്മീയ മനുഷ്യൻ, സാധാരണ മനുഷ്യനായി മാറുകയാണ്. എന്നെയും നിങ്ങളെയും വ്യത്യസ്തരാക്കുന്നത് എന്നോടും നിങ്ങളോടുമൊപ്പം സഞ്ചരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. ആ ക്രിസ്തുവിൻ്റെ മഹത്വം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ മനുഷ്യരാണ്. എന്നാൽ ആ ക്രിസ്തുവിൻ്റെ മഹത്വം കയറി നിന്നാൽ ഞാനും നിങ്ങളും അസാധാരണ മനുഷ്യരാണ്. നമ്മെ അസാധാരണക്കാരാക്കുന്നത് നമ്മളിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വലിപ്പമാണ്. എന്നിലിരിക്കുന്ന ക്രിസ്തുവിനെ ഏതളവിൽ ഞാൻ തിരിച്ചറിയുന്നു, അത്രത്തോളം ഞാനൊരു അസാധാരണ വ്യക്തിയായി മാറുകയാണ്. ഒരു വ്യക്തിയെ അസാധാരണക്കാരനും സാധാരണക്കാരനുമാക്കുന്നത് ആ വ്യക്തിയുടെ കൺവിക്ഷനാണ്, തിരിച്ചറിവുകളാണ്. ഏതിനെക്കുറിച്ചുള്ള തിരിച്ചറിവിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്? വ്യക്തമായിട്ട് ശ്രദ്ധിച്ചുകൊള്ളുക. ഇത് ക്രിസ്തുവിലുള്ള ജീവിതത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. നിങ്ങൾ എത്രത്തോളം നിങ്ങളിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നോ അത്രത്തോളം നിങ്ങളൊരു അസാധാരണ മനുഷ്യരാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എത്രത്തോളം നിങ്ങൾ അകലുന്നുവോ അത്രത്തോളം നിങ്ങളൊരു സാധാരണ മനുഷ്യരാണ്. എന്താണ് നമ്മെ അസാധാരണക്കാരാക്കി മാറ്റുന്നത്? നമ്മിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വലുപ്പത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ് നമ്മെ അസാധാരണ. ക്രിസ്തുവിലാണ് നാം, ക്രിസ്തു നമ്മിലാണ്. ഇത് ക്രിസ്തുവിലുള്ള ജീവിതമാണ്. ഇത് ക്രിസ്തുവിനെ കൊണ്ടുള്ള ജീവിതമാണ്. ഇത് യേശുവിലാണ്. ഇത് ക്രിസ്തുവിൽ നാം അനുഭവിക്കുന്ന ജീവിതമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. നോക്കിയാൽ അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. എല്ലാം നോക്കിയോ, എന്ത് എൻ്റെ മുമ്പിൽ വരുന്നു, ആ വരുന്നതിൻ്റെ എല്ലാം ഉദ്ദേശം ഒറ്റ കാര്യമുള്ളൂ, എന്നെ ശിരസിൽ നിന്ന് വേർപെടുത്തുക. ഹല്ലേലൂയ. ആത്യന്തികമായി എനിക്ക് സമാധാനക്കേട് വരുന്നു, എനിക്ക് സാമ്പത്തിക പ്രശ്നം വരുന്നു, ഇതെല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഇത് നിന്നെ ക്രിസ്തുവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നീ അനുവദിക്കുന്നോ? ഏതളവിൽ നീ ഇതിനെ അനുവദിക്കുന്നു? ക്രിസ്തുവിൽ നിന്ന് വേർപിരിയാൻ നീ ഇതിനെ അനുവദിക്കുന്നുവോ? അനുവദിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും അത് വലിയ തകർച്ചയാണ്. അനുവദിക്കുന്നില്ലെങ്കിൽ ഇത് വലിയ വളർച്ചയാണ്, പിടിച്ചു നിർത്താനാവാത്ത വളർച്ചയാണ്. അതുകൊണ്ടാണ് ഇത് പദം തന്നെ ഇന്ന് എടുത്തു പറയണമെന്ന് തീരുമാനിച്ചത്. എന്താണ്? കൊളോസ്യോസ് 2:19, ക്രിസ്തുവാകുന്ന ശിരസുമായി ഗാഢബന്ധം പുലർത്തുക, ആഴമായ ബന്ധത്തിൽ ഏർപ്പെടുക. പരിമിതിയില്ലാത്ത ബന്ധത്തിൽ ക്രിസ്തു എന്ന ശിരസുമായി എത്തുക. അപരിമേയമായ ബന്ധം ക്രിസ്തു എന്ന ശിരസുമായി കെട്ടിപ്പടുക്കുക. അതിനകത്ത് നമ്മെ തന്നെ റൂട്ടഡ് ആക്കുക. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. എന്താ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ക്രിസ്തു എന്ന ശിരസുമായി ഗാഢബന്ധം. ഏതെങ്കിലും ഒരു കാര്യം വരുന്ന ഉടനെ അതിനെ നോക്കി ആദ്യമേ നമുക്ക് പറയാൻ കഴിയട്ടെ, വരുന്നുണ്ട്, പക്ഷേ
യു കനോട്ട് സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നാണ് ഈ വചനം കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടത്. പൗലോസ് സ്ലീഹ ചലഞ്ച് ചെയ്ത് വിളിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ അത് ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും, വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനത് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം വളരെ പ്രസിദ്ധമായ വചനമാണ്. നിങ്ങൾ റോമാലേഖനം വായിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് 8-ാം അധ്യായം വായിച്ചിരിക്കണം. കാരണം റോമാലേഖനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 അധ്യായങ്ങളാണ്. ഒന്ന് 8-ാം അധ്യായം, 2 12-ാം അധ്യായം. ഇപ്പം നമ്മൾ വായിക്കുന്ന ഈ ഭാഗം നോക്കിക്കോണേ, എന്തെല്ലാമാണ് ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വരുന്നത്. 35-ാം വാക്യം, റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആൻഡ് ഹൂ ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? എന്നിട്ട് ലിസ്റ്റ് നോക്കിക്കോണേ, ഓരോന്ന് വരികയാണ്. ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. അപ്പോൾ ഇതെല്ലാം വരികയാണ്. കഷ്ടത വരികയാണ്, നഗ്നത വരികയാണ്, ആപത്ത് വരികയാണ്, ക്ലേശം വരികയാണ്, ദുരിതം വരികയാണ്, പീഡനം വരികയാണ്, നഗ്നത വരികയാണ്, വാള് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ അടുത്ത വാക്യത്തിൽ നോക്കുകയാണെ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ, കേട്ടോ, സ്ലോട്ടറിങ്ങിന് കൊണ്ടുപോകുന്ന ഒരു ആനിമലിനെ പോലെ, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടുകളെ പോലെ കരുതപ്പെടുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു പ്രായോഗികമായ ജീവിത യാഥാർത്ഥ്യമാണ്. ഡേ ടു ഡേ ഡെയിലി ലൈഫാണിത്. എന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം ഞാൻ നേരിടേണ്ടിയിരിക്കുന്നു. നഗ്നതയുണ്ട്, പട്ടിണിയുണ്ട്, ക്ലേശമുണ്ട്, ദുരിതമുണ്ട്, ആപത്തുണ്ട്, കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടുകളെ പോലെ ഞങ്ങളെ കാണുന്നു, നഗ്നതയുണ്ട്, ഉപദ്രവമുണ്ട്, നോക്കി, വാഴ്ചയുണ്ട്, 38-ാമത്തെ വാക്യം. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനുള്ളവയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അവസാനിക്കുന്നത് തൊട്ടു മുമ്പ് പറയുകയാണ്, ഉയരത്തിൽ നിന്നുള്ളത്, താഴെ നിന്നുള്ളത്, വാഴ്ച, അധികാരം, ശക്തി, കർത്തൃത്വം, എല്ലാത്തിനും സൃഷ്ടി, മറ്റ് യാതൊരു സൃഷ്ടിക്കോ ദൂതന്മാർക്കോ മരണത്തിനോ അധികാരത്തിനോ ഒന്നിനും നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഇവയ്ക്കൊന്നിനും കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത് വലിയൊരു കൺവിക്ഷനാണ്. ഇത് ഭയങ്കരമായ ഒരു ഉറപ്പാണ്. ഇത് ലഭിക്കുമ്പോഴാണ് നമ്മൾ സടകുടഞ്ഞെഴുന്നേൽക്കുന്നത്. എന്നെ ക്രിസ്തു ആകുന്ന ശിരസ്സുമായി ഗാഢബന്ധം പുലർത്താൻ എന്നെ വിളിച്ചിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. എന്തൊക്കെയാണ്? ഈ പറഞ്ഞ വെല്ലുവിളികളെല്ലാം എൻ്റെ മുമ്പിലുണ്ട്. നിങ്ങൾക്കും എനിക്കും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇന്ന് ശാലോം ടി വിയിലൂടെ കുടുംബമായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു എക്സ്ക്യൂസ് എനിക്ക് നിങ്ങൾക്കും ഇല്ല. ഇതിൽ നിന്ന് ഒഴിഞ്ഞവരല്ല ഞാനും നിങ്ങളും. സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുമ്പോൾ ആരോഗ്യ പ്രശ്നം തുടങ്ങും. ആരോഗ്യ പ്രശ്നം ഒന്ന് ഒതുങ്ങി വരുമ്പോൾ മറ്റു പ്രശ്നങ്ങൾ ആരംഭിക്കും. എന്തായാലും ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ കാണും. അതുകൊണ്ടാണല്ലോ ഈശോ വ്യക്തമായി പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഉപദ്രവങ്ങളെ ശിരസ്സുമായുള്ള ഗാഢബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇതാണ് തീരുമാനം. അതാണ് തീരുമാനം. ദാറ്റ്സ് ദ ഡിസിഷൻ. എന്താണ് തീരുമാനം? ക്രിസ്തു എന്ന ശിരസ്സുമായുള്ള ഗാഢബന്ധം പുലർത്തുന്നതിൽ നിന്ന് എന്നെ അകറ്റാൻ ഇവയൊന്നിനെയും ഞാൻ സമ്മതിക്കുകയില്ല. ഒന്നിനാലും ഞാൻ പിന്മാറുകയില്ല. ഇതൊക്കെ വരും, ഇതൊക്കെ വന്നേച്ച് പോകും. അത് താഴേക്ക് വരും പറയുന്നുണ്ട്, മരണത്തിനോ ജീവനോ, നോക്കിയേ, മരണം വരികയാണ്, ഡെത്ത്, ലൈഫ്, നോക്കിയേ, ഏഞ്ചൽസ്, ഡൊമീനിയൻസ്, പ്രസൻറ്റ് തിങ്സ് ആർ ഗോയിങ് ടു കം, വന്നത്, വരാനിരിക്കുന്നത്, ശക്തി, ഉയരം, എബാവ്, പിന്നെ പറയോ, ബിലോ, എബാവ്, എനി ക്രിയേഷൻ, നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ഇവയ്ക്കൊന്നിനും വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഇതാ ഈ 39-ാമത്തെ വചനത്തിൽ പൗലോസ് ശ്ലീഹ നല്ല ഒരു വാക്ക് പറയാം, എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇതിനൊന്നിനും എന്നെ വേർപെടുത്താൻ കഴിയുകയില്ല, ഒന്നിനാലും ഞാൻ പിന്മാറുകയില്ല, എൻ്റെ ഓട്ടം നിന്നിലേക്ക് തന്നെയാണ്. ഹല്ലേലൂയ. എവിടെയാ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്ന് സ്നേഹിക്കുന്നവർ നാളെ സ്നേഹിക്കാതാവും. കണ്ടില്ലെന്ന് ചിലപ്പോൾ നടിക്കും. ചിലപ്പോൾ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും.
പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. God is asking us, നീ ഒരു സ്റ്റെപ്പ് വെക്കുക. നീ എന്നെ കണ്ടില്ലേ, എൻ്റെ മഹത്വം കാണുക നീ കുഞ്ഞെ, എൻ്റെ കയ്യിൽ നിന്നെ തരിക. ഹല്ലേലൂയ. ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക. ആ പദമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും കൊളോസ്സോസ് 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനമാണ്. നമ്മളത് ആഴമായിട്ട് ഒന്നുകൂടെ വായിക്കാൻ പോവുകയാണ്. കൊളോസ്സോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വായിച്ചു എന്നോട് ചേർന്ന്. ഇങ്ങനെ പറയുന്നത്, അവർ ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുന്നില്ല. അടുത്ത ആഴ്ച നമ്മൾ കേൾക്കും എന്തുകൊണ്ട് ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ശിരസ് നമ്മെ നയിച്ചാൽ ഏതെങ്കിലും ആദം പരാജയപ്പെട്ട പോലെ നമ്മൾ പരാജയപ്പെടുകയില്ല. ഏതെങ്കിലും ആദത്തെ പോലെ തന്നെ ഒരു മനുഷ്യൻ, ഇതാ എല്ലാ പരാജയങ്ങളുള്ള ഒരു മനുഷ്യൻ അബ്രഹാം, ദൈവം വിളിച്ച സ്ഥലത്തു നിന്ന് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്താണ്? മക്കളില്ലായ്മയുണ്ടായി, പരാജയങ്ങളുണ്ടായി, വേലക്കാരുടെ അടുക്കൽ താൻ ചെല്ലുന്ന തരത്തിലുള്ള ലൈംഗികമായ പാപങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി, അല്ലെങ്കിൽ തെറ്റുകളുണ്ടായി. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയാത്ത മനുഷ്യനായ ആ മനുഷ്യൻ മാറി. എല്ലാം ശരിയാണ്. പ്രായോഗികമായ എല്ലാ പരാജയങ്ങളും അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. പക്ഷേ ആ മനുഷ്യൻ ഒരിക്കലും ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുവാൻ സമ്മതിച്ചില്ല. ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക. ഇതാണ് നിങ്ങൾക്ക് എത്ര തോൽവിയുണ്ടോ, നിങ്ങളിൽ എത്ര പാപമുണ്ടോ, നിങ്ങൾ എത്ര വീണവരാണോ, എഴുന്നേറ്റവരാണോ, വീടിട്ട് കിടന്നിട്ട് എഴുന്നേക്കാത്തവരാണോ, ഇതൊന്നുമല്ല ചോദ്യം. ശിരസ്സുമായി നിങ്ങൾക്ക് ഗാഢബന്ധം പുലർത്താൻ കഴിയുന്നുണ്ട്. ആ ഒറ്റ കാര്യം മതി. പടിപടിയായി നടന്നു കയറാൻ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അഭിഷേകത്തിൽ നിറയണം, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. എന്നിട്ട് തീരുമാനിക്കണം, ഇന്നൊരു വലിയ തീരുമാനം എടുക്കണം. എന്നാ തീരുമാനം എന്നറിയോ? ഞാൻ ക്രിസ്തു എന്ന ശിരസ്സുമായി ഗാഢബന്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. എന്താ തീരുമാനം? ഞാൻ ക്രിസ്തു എന്ന ശിരസ്സുമായി ഗാഢബന്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. എന്നെ പുറകോട്ട് വലിക്കാൻ ഞാൻ ഒരു ശക്തിയും സമ്മതിക്കുകയില്ല. എൻ്റെ പ്രയോറിറ്റി അതാണ്. എൻ്റെ പ്രയോറിറ്റി ഭാര്യയല്ല, ഭർത്താവല്ല, മക്കളല്ല, വീട്ടുകാരല്ല, നാട്ടുകാരല്ല, അനിയനല്ല, ചേട്ടനല്ല, അപ്പനല്ല, അമ്മയല്ല, ഒരുത്തരുമല്ല. കാരണം അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, ഈ ബന്ധങ്ങളെല്ലാം ഇവിടെ തീർന്നു പോകുന്നതാണ്. സ്വർഗത്ത് നിങ്ങൾക്ക് അപ്പനോ മകനോ ഒന്നുമില്ല. അവിടെ സ്വർഗത്തിനായ ഒരു പിതാവേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് ഭാര്യയോ ഭർത്താവോ ഒന്നുമില്ല. അവിടെ നിങ്ങൾക്ക് എല്ലാവരെയും അറിയാം, പക്ഷേ ദൂതന്മാരെ പോലെയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെയാണ് ഇതെല്ലാം ഉള്ളത്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞൊരു ലക്ഷ്യം നമുക്കുണ്ട്. എന്താണ് ആ ലക്ഷ്യം? കർത്താവിലുള്ള ജീവിതമാണ്. അപ്പോൾ ആ കർത്താവിലുള്ള ജീവിതത്തിന് ഏറ്റവും രമ്യമായി ഇപ്പോൾ കീപ്പ് ചെയ്യേണ്ടത് എന്താണ്? ഇത് മാത്രമാണ്. ഈ ഒരൊറ്റ കാര്യമാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക. ശിരസ്സുമായി ഓരോ ചിന്തകളും ശിരസ്സുമായി തട്ടിച്ചു നോക്കുക. വാക്കുകൾ ശിരസ്സുമായി തട്ടിച്ചു നോക്കുക. ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക. ശിരസ്സായ ക്രിസ്തുവിൽ നിന്ന് സകലത്തെയും സ്വീകരിക്കുക. ശിരസ്സായ ക്രിസ്തുവിനോടൊപ്പം വളരുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനായിട്ട് കർത്താവ് നമ്മെ ക്ഷണിച്ചിരിക്കുകയാണ്, നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് പുറകോട്ട് പോകരുത്, ഇതിൽ നിന്ന് പിന്നോട്ട് പോകരുത്, മുന്നോട്ട് വാ, അഭിഷേകത്തോടെ വാ. കർത്താവ് അതിനായിട്ട് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആഴമായിട്ട് ഈ വചനം നമ്മോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. എന്താ നമ്മോട് സംസാരിക്കുന്നതെന്ന് തിരിച്ചറിയുക. എന്തെല്ലാം മുറിഞ്ഞു പോക്കോട്ടെ, മുറിയാത്ത ഒരൊറ്റ ബന്ധം അകത്ത് സൂക്ഷിച്ചു. അത് ക്രിസ്തുവും ഞാനുമായിട്ടുള്ള ബന്ധമാണ്. അത് മതി, വേറൊന്നും കീപ്പ് ചെയ്യേണ്ട. ഈ ഒരൊറ്റ ബന്ധം മതി. നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതായിട്ട് ക്രിസ്തുവിനെ നിങ്ങൾ അനുവദിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഭാവത്തെ, ക്രിസ്തുവിനെ നിങ്ങൾ അനുവദിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് കൃപയുടെ നിർച്ചാലുകളിൽ കേൾക്കുന്ന സാക്ഷ്യം, ക്രിസ്തു എന്ന ശിരസിനോട് ഗാഢബന്ധം പുലർത്താൻ നിങ്ങൾക്കിട വരട്ടെ. കുറച്ചുകൂടെ അടുക്കാൻ, ഈശോയോട് കുറച്ചുകൂടെ അടുക്കാൻ നിങ്ങൾക്കിട വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം അഭിഷേകത്തിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ നിറയണം, ശക്തിയിൽ ഏറ്റെടുക്കണം. അതിനായിട്ട് ഈശോ നമ്മെ സഹായിക്കട്ടെ. കൃപയുടെ നിർച്ചാലുകളിൽ ഇത് ദൈവജനത്തിനിടയിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ. തിന്മയിൽ ഞങ്ങൾ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, പല പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. ജീവിതത്തിൽ കുറ്റപ്പെടുത്തപ്പെട്ടവരും ഒറ്റപ്പെടുത്തപ്പെട്ടവരുമുണ്ട്. ഇനി എന്താകുമെന്ന് ചോദിക്കുന്നവരുണ്ട്. കർത്താവേ, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുക.
ദൃഢമായ പരിശുദ്ധാത്മാവിനെ എല്ലാ ഹൃദയങ്ങളിലും പകരണമേ. മനസ്സുകളെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഉണർത്തണമേ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ സ്വർഗം തുറന്നു വരട്ടെ. നാഥാ, കർത്താവേ, സകല വിശുദ്ധരോടൊപ്പം സ്വർഗീയ മാലാഖമാരോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, യേശുപിതാവിനോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരാജയത്തിൻ്റെ കാരണം ഈ വചനത്തിലൂടെ കർത്താവ് ഞങ്ങളെ അറിയിക്കുകയാണല്ലോ. നീ വീണതോ തകർന്നതോ ഒന്നുമല്ല, ശിരസ്സുമായുള്ള ബന്ധത്തിൽ മുറിഞ്ഞു പോയതാണ് നിന്റെ പരാജയത്തിന് കാരണം. The reason for the failure is not because you have fallen, but you have separated yourself with Christ. ക്രിസ്തുവിൽ നിന്ന് you are deviated from, ക്രിസ്തുവിൽ നിന്ന് നീ വേർപിരിഞ്ഞു പോയി. കർത്താവേ, ക്രിസ്തു എന്ന ശിരസ്സോട് അടുത്ത് ജീവിക്കാൻ, ക്രിസ്തു എന്ന ശിരസിൽ നിന്ന് നറീഷ്മെൻറ്റ് സ്വീകരിക്കാൻ, പരിപുഷ്ടി പ്രാപിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഇതാ രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരവർ രോഗമുള്ള ഇടങ്ങളിൽ കരമമർത്തി വെച്ചിരിക്കുന്ന ഈ ക്ഷണത്തിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ നിമിഷമാക്കി തീർക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കൃപയുടെ നീർച്ചാലുകളിൽ അടുത്ത ആഴ്ച നോക്കൂ, കൊളോസ്സോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം. ശിരസ്സായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക, ശിരസ്സുമായി ഗാഢബന്ധം പുലർത്തുക എന്നുള്ളതിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് അടുത്ത ആഴ്ച കേൾക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇത് കൊളോസ്സോസ് ലേഖനത്തിൻ്റെ തുടർമാനമായുള്ള പഠന പരമ്പരയാണ്. നിങ്ങൾ കാണുന്നത് കൃപയുടെ നീർച്ചാലുകൾ. ഒഴുകട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃപയുടെ നീർച്ചാലുകൾ. കണ്ണട വെച്ച താടി വെച്ച ചെറുപ്പക്കാരൻ ടീഷർട്ട് ഓടിവാ അവന്റെ വയറിലേക്ക് കർത്താവിന്റെ സ്പർശനം കിട്ടുന്നു. ഈ ചെറുപ്പക്കാരെ എല്ലാം കർത്താവ് ഇന്ന് ഭയങ്കരമായിട്ട് സ്പർശിച്ചുകൊണ്ടിരിക്കുക. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, വിളിച്ചോ 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 വിളിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കൈവച്ചോ. ദിവ്യകാരുണ്യനാഥ, എന്റെ മകനെ ഒന്ന് സ്പർശിക്കണേ. അതുപോലെ തകർന്നാണ് ഈ മകൻ. ഇവന്റെ കൂടെ ആരാ വന്നിട്ടുള്ളേ? ഈശോയെ, ഈ ഭവനത്തിലേക്ക് അങ്ങ് പ്രവേശിക്കണമേ. ഈശോ നാഥ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, പ്രാർത്ഥിച്ചോ. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ. രണ്ടുപേരോട് പ്രാർത്ഥിച്ചോ. ഇത് നിങ്ങളുടെ വലിയ അത്ഭുതത്തിന്റെ സമയമാണ്. ഇത് കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് കയറുന്ന സമയമാണ്. ആരാധന, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേറി 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 ഒരു ഘട്ടത്തിൽ എത്തുമ്പം അവസാനം നീ റിജക്റ്റ് ആവും അല്ലേ? അതല്ലേ നിന്നെ പിന്തുടരുന്ന ശക്തി അല്ലേ? ഒന്നാം പടവ് കയറും, രണ്ടാം പടവ് കയറും, മൂന്നാം പടവ് കയറും, നാലാം പടവ് കയറും, 7-എത്തുമ്പോഴത്തേക്കും അവിടുന്ന് താഴേക്ക് വീഴും. ഈ ഏണിയും പാമ്പും കളി തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. It's been many years. You know what the Lord says? ഇന്ന് കർത്താവ് നിന്നോട് എന്താണ് പറയുന്നതെന്ന് നീ മനസ്സിലാക്കുക. കരകയറ്റാൻ കഴിയുന്നവൻ നിന്റെ കൈ പിടിക്കാൻ പോകുകയാണ്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് എന്തോ ഒരു സ്പർശനം നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ സ്പോട്ടിൽ ഇങ്ങനെ ഡിവൈൻ ടച്ച്. ഇവിടെയാ, അവിടെ 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 തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു. ഇതൊരു ദിവ്യമായ സ്പർശനമാണ്. ഓ ജീസസ് ജീസസ് ജീസസ്.
എൻ്റെ ദൈവമേ, നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ, ഇയാള് നിന്ന് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ വിളിക്കൂ. കണ്ണട വെച്ച ആ ചെറുപ്പക്കാരനെ വിളിക്കൂ. വരൂ വരൂ വരൂ, നിങ്ങൾ ഓടി വരൂ. കേട്ടാ, അതൊന്ന് തപ്പിക്കേ അവിടെ ഉണ്ടോന്ന് നോക്കിക്കേ, ശരിക്കും നോക്കിക്കേ. ഇല്ല 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 ഇല്ല. ശരിക്കും നോക്കിക്കേ. ഹല്ലേലൂയ. ഇല്ല. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇല്ല ഇല്ല. ഇല്ല ഇല്ല. ഓടിച്ചല്ല, അച്ഛൻ്റെ അടുത്ത് രണ്ടുപേരോട് ചെല്ല് ചെല്ല് ചെല്ല്. നല്ലൊരു ബ്ലെസ്സിങ്